പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസത്തെ വാഗ്ദത്ത വചനം സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. മോശയെ നോക്കിക്കൊണ്ട് ദൈവമായ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മൾ കേൾക്കുമ്പോഴാണ് ആരായിരുന്നു മോശ, എങ്ങനെയായിരുന്നു മോശയുടെ സ്വഭാവങ്ങൾ, അത് തിരിച്ചറിയണം. ഒറ്റയടിക്ക് ഒരു ഈജിപ്തുകാരനെ കൊന്ന മോശ ഭയങ്കര ദേഷ്യമുണ്ട്. ജനങ്ങളോ ദേഷ്യപ്പെടും, ദൈവത്തോട് പിറുപിറുക്കും, ദേഷ്യപ്പെടും. ആ മോശയ്ക്ക് വന്ന മാറ്റമാണ്. ഇത്രയും മുൻകോപവും ദേഷ്യമുള്ള മോശ, ആ മോശയെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഭൂലോകത്തിൽ വെച്ച് ഏറ്റവും സൗമ്യനായ വ്യക്തി. ഇതാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് ബലഹീനതയാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും തമ്പുരാൻ്റെ ഒരു സ്പർശനം മതി എന്നെ കംപ്ലീറ്റ് മാറ്റിമറിക്കും. ഇത് മോശയുടെ ബലഹീനതയല്ല, മറിച്ച് ദൈവം മോശയെ രൂപപ്പെടുത്തിയ ഒരു ശക്തിയാണ്. ആഴമായ വിനയമാണ്, ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണ്. ഇതൊക്കെ ഒരുമിച്ച് ചേർക്കപ്പെട്ടപ്പോൾ മോശയുടെ ജീവിതത്തിൽ വലിയ സൗമ്യത വരുന്നുണ്ട്. ഈ സൗമ്യനായി പെരുമാറുന്ന അവസ്ഥ എന്ന് പറയുന്നത് മോശയെ ശക്തമായി മീര്യാമും അഹ്റോനും എതിർത്തപ്പോഴാണ്. ആ എതിർപ്പിൻ്റെ നിമിഷത്തിലാണ് മോശ അവരോട് ദൈവം കരുണ കാണിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ദൈവം തൊടേണ്ട പല കാര്യങ്ങളുണ്ട്, ദൈവം മാറ്റേണ്ട പല കാര്യങ്ങളുണ്ട്. അല്ല, നാം ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്ന് എൻ്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അത് സമർപ്പിച്ചോളൂ. ഇത് വാഗ്ദത്ത പേടകം, ഇതിനകത്തേക്ക് സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശുവാന്തരം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, ഭയങ്കര മുൻകോപിയായ മോശയെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സൗമ്യനെ മാറ്റിയ കർത്താവ് നിന്നെയും അനുഗ്രഹിക്കട്ടെ.